നമസ്കാരം, ഏവർക്കും ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഫ്രീ PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ പ്രതിൻ വി പോത്തൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനാ ഭാഗത്തെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന അവസാനത്തെ മൗലിക അവകാശത്തെ പറ്റിയാണ്. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു വസ്തുതകൾ നമ്മൾ പഠിച്ചു. ഒരു ടോപ്പിക് കൂടിയാണ് ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അത് ഈ ഒരു ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതോടാകുമ്പോഴത്തേക്കിന് മൗലിക അവകാശം എന്നുള്ള ആ ഒരു ടോപ്പിക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഭാഗത്തു നിന്ന് ഏത് രീതിയിലുള്ള ചോദ്യം വന്നു കഴിഞ്ഞാലും ഉത്തരം എഴുതാൻ സാധിക്കാത്ത രീതിയിലാണ് ഈ ഒരു ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നേരിട്ട് ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം ഇനി ആറാമത്തെ മൗലിക അവകാശമായിട്ട് ഉള്ളതാണ് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നതാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ള മൗലിക അവകാശം. അപ്പൊ അതിനെപ്പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 32ാമത്തെ ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 32 ആണ്. അപ്പൊ നമ്മൾ ഇതുവരെ 5 മൗലിക അവകാശം പഠിച്ചു. ഈ 5 മൗലിക അവകാശത്തിൽ ഏതെങ്കിലും ഒരു മൗലിക അവകാശം ആർക്കെങ്കിലും നിഷേധിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് നേടിയെടുക്കാനുള്ള മാർഗമാണ് എന്ത്? ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നപ്പം മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു കഴിഞ്ഞാൽ നേടിയെടുക്കാനുള്ള മാർഗമാണ് ഏത്? കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്ന 32ാമത്തെ ആർട്ടിക്കിൾ എന്ന കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ ആ ഒരു ഭാഗത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില വസ്തുതകളുണ്ട്. അപ്പം ഈ ഒരു ആർട്ടിക്കിളിനെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ എപ്രകാരമാണ് അഭിസംബോധന ചെയ്തതെന്ന് ചോദിച്ചാൽ മൗലിക അവകാശങ്ങളുടെ ഹൃദയവും ആത്മാവും എന്നാണ് അഭിസംബോധന ചെയ്തത്. എങ്ങനെയാണ്? മൗലിക അവകാശങ്ങളുടെ ഹൃദയവും ആത്മാവും എന്ന 32ാമത്തെ ആർട്ടിക്കിളിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കും. ഇനി മൗലിക അവകാശങ്ങളിലേക്ക് വരുന്ന സമയത്ത് മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കാം. അങ്ങനെ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കുമ്പോൾ അവർ ചില ഉത്തരവുകൾ പുറപ്പെടുവിക്കാറുണ്ട്, പ്രത്യേകിച്ച് റിട്ടൺ ഫോർമാറ്റിൽ. അങ്ങനെ വരുന്ന ഉത്തരവുകളെ അറിയപ്പെടുന്ന പേരാണ് റിട്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ രേഖാമൂലം പുറപ്പെടുവിക്കുന്ന ഉത്തരവ് അറിയപ്പെടുന്ന പേരാണെന്ത്? റിട്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം റിട്ടിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? 32 എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 5 തരത്തിലുള്ള റിട്ടുകളെ പറ്റിയാണ് ഈ 32ാമത്തെ ആർട്ടിക്കിളിന്റെ അകത്ത് പറയുന്നത്. അപ്പം ഈ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഈ റിട്ട് എന്നുള്ള ആശയം ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടനിൽ നിന്നാണ്. റിട്ട് എന്നുള്ള ആശയം എവിടെ നിന്നാണ്? ബ്രിട്ടൻ. റിട്ട് ബ്രിട്ടനിൽ നിന്നെന്ന കാര്യം ഓർത്തിരിക്കുക. എന്നാൽ ഈ റിട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ 5 തരത്തിലുള്ള റിട്ടുകളുണ്ട്. ഹേബിയസ് കോർപ്പസ്, മാൻഡാമസ്, പ്രൊഹിബിഷൻ എന്നൊക്കെയാണ് പറയുന്നത്. പിന്നീട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ റിട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ പദങ്ങൾ വരുന്നത് ഏത് ഭാഷയിൽ നിന്ന് ചോദിച്ചാൽ ലാറ്റിൻ എന്ന കാര്യം ഓർത്തിരിക്കുക. 5 റിട്ട് പദങ്ങളും വരുന്നത് ഏത് ഭാഷയിൽ നിന്നാണ്? ലാറ്റിൻ എന്ന കാര്യം ഓർത്തിരിക്കുക. എന്നാൽ റിട്ട് എന്നുള്ള ആശയം വരുന്നത് എവിടുന്നാണ്? ബ്രിട്ടനിൽ നിന്നാണെന്നും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഇനി മുമ്പേ പറഞ്ഞു ഈ പറയുന്ന റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണെന്ന്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സുപ്രീം കോടതിക്ക് റിട്ട് അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ് ഏത്? 32. അപ്പൊ സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാം ഏത് ആർട്ടിക്കിൾ പ്രകാരം എന്ന് ചോദിച്ചാൽ 32. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിക്കും എന്ത് പുറപ്പെടുവിക്കാം? റിട്ട് പുറപ്പെടുവിക്കാം. അപ്പൊ ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? 226. ഹൈക്കോടതികൾക്ക് റിട്ട് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ആണ് ഏത്? 226 എന്ന കാര്യം ഓർത്തിരിക്കുക. 2 ആർട്ടിക്കിൾ ഇവിടെ ഓർത്തിരുന്നോണം. 226 ഹൈക്കോടതിയുടെ റിട്ട് അധികാരവും സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം 32ആണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ സുപ്രീം കോടതിയുടെ റിട്ട് അധികാരത്തെ പറ്റി പറയുന്ന 32ാമത്തെ ആർട്ടിക്കിളും ഹൈക്കോടതിയുടെ റിട്ട് അധികാരത്തെ പറ്റി പറയുന്ന 226 226. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇപ്പം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും റിട്ട് അധികാരം ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ ഏറ്റവും കൂടുതൽ റിട്ട് അധികാരമുള്ളത് ഏത് കോടതിക്കാണ്? അല്ലെങ്കിൽ വിശാല റിട്ട് അധികാരമുള്ള കോടതി ഏതാണ്?
എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും ഉത്തരം വരാൻ സാധ്യത? സുപ്രീം കോടതി എന്നായിരിക്കുമല്ലോ. കാരണം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? സുപ്രീം കോടതി. പക്ഷെ ഇവിടെ ശ്രദ്ധിച്ചുകൊള്ളണം, റിട്ടിന്റെ കാര്യത്തിൽ കൂടുതൽ അധികാരം ആർക്കെന്ന് ചോദിച്ചാൽ അത് ഹൈക്കോടതിക്ക് എന്ന കാര്യം ഓർത്തിരിക്കുക. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട, ഈ ഒരു പോയിന്റ് മാത്രം തൽക്കാലം ഓർത്തിരുന്നോണം. റിട്ടിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അധികാരം അല്ലെങ്കിൽ വിശാല റിട്ടധികാരമുള്ള കോടതി ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? ഹൈക്കോടതി എന്ന കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ റിട്ടുമായി ബന്ധപ്പെട്ട ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇനിയാണ് നമ്മൾ ആ 5 റിട്ടിലേക്ക് വരുന്നത്. 5 എണ്ണവും കൃത്യമായിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കി വെച്ചോളണം. പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് ഇന്ന റിട്ട് അതിന്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ ഇന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു, ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം. അപ്പൊ അതുകൊണ്ട് കൃത്യമായി അത് മനസ്സിലാക്കി വെച്ചിരിക്കണം. നമുക്കപ്പോ റിട്ടിലേക്ക് കടക്കാം. ഒന്നാമത്തെ റിട്ടിലേക്ക് വരാം. ഒന്നാമത്തേതാണ് ഹേബിയസ് കോർപ്പസ്. എന്താണ് ഹേബിയസ് കോർപ്പസ്? അപ്പൊ ശ്രദ്ധിച്ചോണം, ഇതെല്ലാം ലാറ്റിൻ പദങ്ങളാണെന്ന് ഓർത്തിരിക്കണം. ഹേബിയസ് കോർപ്പസ് അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥമാണ് ശരീരം ഹാജരാക്കുക. ടു ഹാവ് ദി ബോഡി, ശരീരം ഹാജരാക്കുക എന്നാണ് ഹേബിയസ് കോർപ്പസിന്റെ അർത്ഥം. ഇനി എന്താണ് എന്നത് മനസ്സിലാക്കിക്കണം. അതിന്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എപ്പോഴാണ് ഹേബിയസ് കോർപ്പസ് റിട്ട് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്നത്? അതായത് ഒരു വ്യക്തിയെ ഏതെങ്കിലും കാരണവശാൽ കാണാതാകുന്ന സാഹചര്യത്തിൽ ആണ് ഈ ഒരു റിട്ട് വരുന്നത്. അതായത് ഇപ്പം എക്സാമ്പിൾ, ഈ പറയുന്ന ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. പക്ഷേ ഈ പറയുന്ന പോലീസ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ ഈ പറയുന്ന അത് എവിടെയാണെന്ന് മറ്റുള്ളവർക്ക് ആർക്കും ഒരു അറിവ് കിട്ടാതെയും വരുന്ന സാഹചര്യത്തിൽ, അതായത് മാൻ മിസ്സിംഗ്, ഓക്കെ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കൊണ്ട് റിട്ട് ഫയൽ ചെയ്യാം. ഹേബിയസ് കോർപ്പസ് എന്നുള്ള റിട്ട് ഫയൽ ചെയ്യാം. ഇന്നയാളെ ഇന്ന സമയം തൊട്ട് കാണാനില്ല എന്ന് കോടതിയിൽ ചെന്ന് റിട്ട് ഫയൽ ചെയ്യാം. അപ്പൊ കോടതി പോലീസിനോട് പറയും ഇന്നയാളെ ഇന്ന സമയം തൊട്ട് കാണാനില്ല, അയാളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി കോടതി മുമ്പാകെ ഹാജരാക്കണം. അതാണ് ഹാവ് ദി ബോഡി, അതായത് അദ്ദേഹത്തിന്റെ ശരീരം കോടതിയിൽ ഹാജരാക്കണം. അപ്പൊ ഹാജരാക്കുന്ന സമയത്ത് കോടതി പറയും വേണ്ടി നിൽക്കുന്ന ആള് ഇയാളെ നിങ്ങൾക്ക് ഏറ്റെടുക്കാം. അപ്പൊ സാധാരണഗതിയിൽ ഈ പറയുന്ന മിസ്സിംഗ് കേസുകളൊക്കെ വരുമ്പോഴാണ് ഇത് പലപ്പോഴും ഉപയോഗിക്കുന്നത്. അതായത് പലപ്പോഴും ഒരാളെ പിടിച്ചു വെക്കുക, അല്ലെങ്കിൽ ഒരാളെ തടവിൽ വെക്കുക, അന്യായമായിട്ട് തടവിൽ വെക്കുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരെ റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഏത് റിട്ട് ഉപയോഗിക്കാറുള്ളത്? ഹേബിയസ് കോർപ്പസ് എന്നുള്ള റിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇതിനെ പൊതുവിൽ പറയാറുണ്ട് വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് വരുന്ന റിട്ട്. എന്താണ്? വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നോർമൽ മൂവ്മെന്റിനുള്ള പ്രൊവിഷൻ ആരെങ്കിലും തടയുകയാണെങ്കിൽ ആ സമയത്തൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയുള്ളതാണ് ഈ പറയുന്ന ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന റിട്ട് ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. അതുപോലെ പൊതുജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിട്ട് ഏതെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. സാധാരണഗതിയിൽ മറ്റ് 4 റിട്ടുകളും പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നില്ല. പക്ഷെ ഇത് പൊതുജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിട്ടാണെന്ന കാര്യം ഓർത്തിരിക്കുക. ക്ലിയർ ആയി കാണുമല്ലോ ഹേബിയസ് കോർപ്പസ് എന്താണെന്ന്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത റിട്ടിലേക്ക് വരാം. അടുത്തതാണ് ഈ പറയുന്ന മാൻഡാമസ് എന്നുള്ള റിട്ടാണ്. ഏതാണ്? മാൻഡാമസ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മലയാളത്തിൽ നാം കൽപ്പിക്കുന്നു എന്നാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വി കമാൻഡ് എന്നാണ് പറയുന്നത്. മാൻഡാമസ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ മാൻഡാമസ് എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം പറഞ്ഞു, നാം കൽപ്പിക്കുന്നു. ആരോട് കൽപ്പിക്കുന്നു. ഓക്കെ, അപ്പം ഇതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇത് പ്രത്യേകിച്ച് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്റെ ജോലി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ജോലി ചെയ്യാൻ പറയുന്നതാണ് എന്ത്? മാൻഡാമസ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പൊ നമ്മളൊരു സർക്കാർ ഓഫീസിൽ ചെല്ലുന്നു. അപ്പൊ നമുക്കൊരു സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരികയാണ്. എക്സാമ്പിൾ ഈ പറയുന്ന ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വേണം. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു, കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തു. പക്ഷെ ഈ പറയുന്ന ഉദ്യോഗസ്ഥന് ആ സർട്ടിഫിക്കറ്റ് തരുന്നില്ല. നമ്മൾ ഓരോ ദിവസം ചെല്ലുമ്പോൾ ഓരോ കാര്യം പറഞ്ഞ് അത് മുടക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്ത് നമ്മുടെ മറ്റേ കാര്യവും നടക്കുന്നില്ല, സർട്ടിഫിക്കറ്റും കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന കോടതി കൊണ്ട് പറയാം, ഞാൻ ഇന്ന രീതിയിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സമർപ്പിച്ചു, പക്ഷെ എനിക്ക് ആ സേവനം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ കോടതി ആ ഉദ്യോഗസ്ഥനോട് ചോദിക്കും, നിങ്ങളുടെ ജോലിയല്ലേ ഇത്,
നിങ്ങൾ ചെയ്തോ? ഇല്ല. എങ്കിൽ നിങ്ങൾ ചെയ്യുക. ഞാൻ കൽപ്പിക്കുന്നു, നിങ്ങൾ അത് ചെയ്യണം എന്ന അർത്ഥത്തിൽ വരുന്ന റിട്ടാണ് ഏതെന്ന് പറയുന്നത്? മാൻഡാമസ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഞാൻ കൽപ്പിക്കുന്നു, നിങ്ങൾ അത് ചെയ്യണം, നാം കൽപ്പിക്കുന്നു എന്നൊരർത്ഥത്തിലാണ്. അപ്പൊ ഇത് കോടതി സർക്കാർ ഉദ്യോഗസ്ഥരോട് പറയുന്ന ഉത്തരവാണെന്ന കാര്യം ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത റിട്ടിലേക്ക് വരാം. അടുത്തത് കോ വാറന്റോ എന്നാണ്. കോ വാറന്റോ അതിന്റെ അർത്ഥം എന്ത് അധികാരം എന്നാണ്. കോ വാറന്റോ എന്ത് അധികാരം, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ എന്ത് അധികാരം എന്ന അർത്ഥത്തിലാണ് വരുന്നത്. മുമ്പേ പറഞ്ഞ മാൻഡാമസിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതായത് ഇതും സർക്കാർ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. ഇവിടെ പറയുന്ന കാര്യം, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തൻ്റെ അധികാര പരിധി വിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് തടയുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ പറയുന്ന കോ വാറന്റോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ എടുത്തു കഴിഞ്ഞാൽ ഓരോ ഉദ്യോഗസ്ഥർക്കും ഓരോ അധികാര പരിധിയുണ്ട്. ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന ജോലിയുണ്ട്, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന്. എന്നാൽ ചില ഉദ്യോഗസ്ഥര് അവരുടെ അധികാര പരിധി വിട്ട് മറ്റു ചില കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാറുണ്ട്. അത് പലപ്പോഴും അഴിമതിക്കോ അല്ലെങ്കിൽ മറ്റ് താല്പര്യങ്ങളുടെയോ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിലരുടെ അവകാശങ്ങൾ അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും? നിഷേധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ തങ്ങളുടെ പരിധി വിട്ട് ജോലി ചെയ്യുമ്പോൾ, അത്തരത്തിൽ അഴിമതിയോ മറ്റു കാര്യങ്ങളോ ചെയ്യുമ്പോൾ അത് തടയുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാണ് എന്ത്? കോ വാറന്റോ. അപ്പം കോടതി ചോദിക്കുകയാണ്, നിങ്ങളുടെ അധികാരം ഇതല്ലേ? നിങ്ങളുടെ ജോലിയാണോ ഇത് ചെയ്യാൻ? അല്ലല്ലോ, പിന്നെ എന്തിനിത് ചെയ്തു എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പം കോ വാറന്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തധികാരം എന്ന അർത്ഥത്തോടു കൂടിയാണ് വരുന്നത്. അപ്പം ഇതും വരുന്നത് ഏത് തലത്തിലാണ്? സർക്കാർ ഉദ്യോഗസ്ഥനോട് കോടതി ചോദിക്കുന്ന ചോദ്യമാണെന്ന് ഓർത്തിരിക്കുക. അപ്പം കോ വാറന്റോയും മാൻഡാമസും സർക്കാർ ഉദ്യോഗസ്ഥരും കോടതിയും തമ്മിലുള്ള ഒരു കണക്ഷനിലാണ് വരുന്നതെന്ന് ഓർത്തിരിക്കുക. ഇവിടെ പൊതുജനങ്ങൾക്കോ സ്വകാര്യ സ്ഥാപനങ്ങൾക്കോ യാതൊരു ബാധ്യതയും ഇല്ല എന്ന് ഓർത്തിരിക്കുക. പക്ഷെ ഹേബിയസ് കോർപ്പസ് ആണെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും എല്ലാം ബാധകമായിട്ടുള്ളതാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനിയുള്ള രണ്ട് റിട്ടുകൾ എന്ന് പറയുമ്പോൾ ഒന്ന് പ്രൊഹിബിഷനും മറ്റൊന്ന് സെഷററിയും എന്ന് പറയുന്ന റിട്ടാണ്. അപ്പം ഈ രണ്ട് റിട്ടുകൾ എന്ന് പറയുന്നത് കോടതിയും തമ്മിലുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. മറ്റു ജനങ്ങളോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ ഒന്നും ഇതിന്റെ പരിധിയിൽ വരുന്നില്ല. കോടതിയും തമ്മിലാണ് ഈ റിട്ടുകൾ ഉപയോഗിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അതിലൊന്നാമത്തേത് പ്രൊഹിബിഷൻ ആണ്. പ്രൊഹിബിഷൻ എന്ന് പറയുന്ന പദം എല്ലാവർക്കും അറിയാവുന്ന പദമായിരിക്കുമല്ലോ, ഒരു കോമൺ ആയിട്ടുള്ള പദമാണ്. എന്താണ്? പ്രൊഹിബിറ്റ് ചെയ്യുക, ഈ പറയുന്ന നിർത്തിവെക്കുക എന്നുള്ള അർത്ഥത്തിലാണ്, സ്റ്റോപ്പ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ പ്രൊഹിബിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കേൾക്കാറുണ്ട്, ഇന്ന വിധി സ്റ്റേ ചെയ്തു എന്ന്. ആ ഒരർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് എന്ത്? പ്രൊഹിബിഷൻ എന്ന കാര്യം ഓർത്തിരിക്കും. ഇപ്പം ഒരു കേസിന്റെ വിധി ഒരു കോടതി പറഞ്ഞു, അപ്പം അതിനെതിരെ അപ്പീൽ കൊടുക്കാൻ നമുക്ക് വേണമെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കാം. അപ്പൊ അങ്ങനെ വരുന്നുണ്ട്, മേൽക്കോടതി പറയും ഇന്ന കേസിന്റെ ഈ കോടതിയുടെ വിധി സ്റ്റേ ചെയ്തിരിക്കുന്നു, അത് നടപ്പാക്കാൻ പാടില്ല, താൽക്കാലികമായിട്ട് തടഞ്ഞു വെക്കുന്നു. അതാണ് പ്രൊഹിബിഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി സെഷററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കോടതിയും തമ്മിലുള്ള ബന്ധമാണ്. അതിന്റെ അർത്ഥം സാക്ഷ്യപ്പെടുത്തുക, ടു ബി സർട്ടിഫൈഡ് എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കേസ് ഒരു കോടതിയിൽ ഇരിക്കുന്നു. അപ്പൊ ആ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ കോടതി ആ കേസ് കൈകാര്യം ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ആ നടത്തിപ്പ് അത്ര സുതാര്യമല്ല എന്ന് തോന്നുമ്പോൾ അതിനെതിരെ മേൽക്കോടതിയിൽ പരാതിപ്പെടാം. അപ്പൊ ആ കേസിന്റെ വിധിയൊന്നും വന്നില്ല, നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ മേൽക്കോടതി പറയുന്നു കീഴ്ക്കോടതിയോട്, നിങ്ങളുടെ കൈവശമുള്ള എല്ലാ രേഖകളും മേൽക്കോടതിക്ക് താ, ഞങ്ങൾ ആ കേസിന്റെ കാര്യം ഒന്ന് മനസ്സിലാക്കട്ടെ, എന്നിട്ട് തുടർ നടപടിയിലേക്ക് പോകാം. അപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കേസ് താൽക്കാലികമായിട്ട് തടഞ്ഞു വെക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സെഷററി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം പ്രൊഹിബിഷൻ സെഷറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് വിധി വന്നു, അതിനുശേഷം അത് സ്റ്റേ ചെയ്യുന്നു. എന്നാൽ സെഷററി എന്ന് പറയുന്നത് വിധി വന്നില്ല, കേസ് നടക്കുന്നതേ ഉള്ളൂ,
നടന്നുകൊണ്ടിരിക്കുന്ന കേസ് താൽക്കാലികമായിട്ട് തടഞ്ഞു വെക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സെഷററി. അപ്പൊ ഇത് രണ്ടും കോടതിയും മേൽക്കോടതിയും കീഴ്ക്കോടതിയും തമ്മിലുള്ള ബന്ധത്തിലാണ് വരുന്നത്. ആദ്യം പറഞ്ഞ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന എല്ലാരുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. മാൻഡാമസും കോ വാറന്റോ എന്ന് പറയുന്നത് ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും കോടതിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണെന്നും ഓർത്തിരിക്കുക. അപ്പൊ ഇതാണ് 5 റിട്ടുകൾ നമുക്ക് ഈ ഭാഗത്ത് മനസ്സിലാക്കാനുള്ളതെന്ന് ഓർത്തിരിക്കുക. അപ്പം നമ്മുടെ ഈ ഒരു ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. നമ്മൾ 6 മൗലിക അവകാശങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. 3-4 ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒരു വിശാലമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്തു പോകുന്നത്. എല്ലാ പോയിന്റുകളും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ 6 മൗലിക അവകാശങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. 1 സമത്വത്തിനുള്ള അവകാശം, മറ്റൊന്ന് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 3 ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം, മതസ്വാതന്ത്ര്യം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം, ഭരണഘടന പ്രതിവിധികൾക്കുള്ള അവകാശം. ഇതാണ് 6 മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഈ എല്ലാ മൗലിക അവകാശവും എല്ലാ ഇന്ത്യക്കാർക്കും ഉണ്ടോ? ഇല്ല എന്ന കാര്യം ഓർത്തിരിക്കുക. ചിലത് ഇന്ത്യക്കാർക്കാണ്, ചിലത് വിദേശികൾക്ക് ലഭ്യമാകുന്നുണ്ട്. അപ്പം ഇന്ത്യക്കാരിൽ ഈ പറയുന്ന മൗലിക അവകാശങ്ങൾ ലഭ്യമല്ലാത്തത് ആരെന്ന് വേണമെങ്കിൽ ഒന്ന് ഓർത്തിരുന്നോണം. 1-2 എക്സാമ്പിൾസ് പറയാം. ഇപ്പൊ നമ്മൾ 19ാമത്തെ ആർട്ടിക്കിളിൻ്റെ അകത്ത് കണ്ടു ഈ പറയുന്ന സംഘടനാ സ്വാതന്ത്ര്യത്തെ പറ്റി കണ്ടു. അപ്പം ഈ സംഘടനാ സ്വാതന്ത്ര്യം ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ളതാണ്. ഇന്ത്യയിൽ സംഘടന രൂപീകരിക്കണ ഇന്ത്യക്കാർക്കേ അവകാശമുള്ളൂ. പക്ഷേ ഒരിക്കലും ഈ പറയുന്ന ഒരു മിലിറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഒരു സംഘടന രൂപീകരിക്കാനോ അതിൽ പ്രവർത്തിക്കാനോ ഉള്ള അവകാശമില്ല. അപ്പം മനസ്സിലായി കാണുമല്ലോ, എല്ലാ ഇന്ത്യക്കാർക്കും ഈ പറയുന്ന എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ? അല്ല. ഓക്കെ, അപ്പം അതെന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് കണക്കാക്കണം. ഇനി ഈ പറയുന്ന 19ാമത്തെ ആർട്ടിക്കിളിൻ്റെ അകത്ത് ആദ്യത്തേതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു ഈ പറയുന്ന സംസാരിക്കുവാനും ആശയങ്ങൾ പ്രകടിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞു. അതെല്ലാവർക്കും ലഭ്യമാണോ? അല്ല. ഈ പറയുന്ന പ്രത്യേകിച്ച് സർക്കാർ സർവീസിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഈ ആശയങ്ങൾ പ്രകടിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം പൊതുജനത്തെ പോലെയില്ല. ഇപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഈ പറയുന്ന ആശയങ്ങൾ പ്രകടിപ്പിക്കണം, അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനം നടത്തണം, അല്ലെങ്കിൽ ഒരു ബുക്കൊക്കെ എഴുതണമെങ്കിൽ മേലധികാരികളിൽ നിന്ന് ഉത്തരവ് ലഭിച്ചിരിക്കണമെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന എല്ലാ മൗലിക അവകാശവും എല്ലാവർക്കും ഒരുപോലെ ഇല്ല എന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ 5ാമതായിട്ട് കണ്ട മൗലിക അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം. ഈ മൗലിക അവകാശം ഇന്ത്യയിൽ ആർക്കേ ഉള്ളൂ? ന്യൂനപക്ഷത്തിന് മാത്രമേ ഉള്ളൂ. ഇത് എല്ലാവർക്കും ബാധകമല്ല എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം എല്ലാ മൗലിക അവകാശവും എല്ലാവർക്കും ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ചിലത് ചിലർക്കാണ്, എന്നാൽ ചിലത് എല്ലാവർക്കും വേണ്ടിയുള്ളതുണ്ട്, ചിലത് വിദേശികൾക്ക് ലഭ്യമാകുന്നുണ്ടെന്ന കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നതിനാണ് ഈ ഒരു എക്സാമ്പിളിലേക്ക് പോയത്. അപ്പം മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി പോവുക. ഈ ഭാഗത്തു നിന്ന് വരുന്ന ഏതൊരു ചോദ്യത്തിനും ഉത്തരം എഴുതത്തക്ക രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പം ഈ ഒരു ക്ലാസ്സോടുകൂടി മൗലിക അവകാശം എന്നുള്ള ടോപ്പിക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി മറ്റൊരു ക്ലാസ് നമുക്ക് കണ്ടുമുട്ടാം. ഏവർക്കും നന്ദി.